നമസ്തേ. വീണ്ടും രാംസ് വോയ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളുമല്ല, ജൂനിയർ മാൻഡ്രേക്കാണ്. ജൂനിയർ മാൻഡ്രേക്ക് ഇന്ന് എല്ലാവരുടെ നാവിൻ്റെ തുമ്പത്തുമുണ്ട്. 1997 ആ സിനിമ പുറത്തിറങ്ങിയത്. ഒരുപക്ഷെ അന്ന് ലഭിച്ചതിനേക്കാളും വാർത്താ പ്രാധാന്യം ഇന്ന് ആ സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ആ കഥാപാത്രം മറ്റു പലരും അതിലേക്ക് ആവാഹിച്ചെടുത്ത് ആരോപിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ജൂനിയർ മാൻഡ്രേക്ക് അത് ഉണ്ടായതും അത് പുറത്തിറങ്ങിയതും ആയ വഴികൾ ഇതേപോലെ രസകരമായിട്ടുള്ള ഒരു കഥ അതിൻ്റെ പിന്നിലുണ്ട്. അത് ഒന്ന് ഇന്ന് ഓർത്തുപോയി. കാരണം ഇന്നലെ സുരേന്ദ്രൻ ജൂനിയർ മാൻഡ്രേക്ക് എന്നൊക്കെ എടുത്തെടുത്ത് പറയുമ്പോൾ അതിൻ്റെ സൃഷ്ടാവായ ഞാൻ എവിടെയാണ് സ്മരിക്കപ്പെട്ടത് ആ പാർട്ടിയിലെന്ന് ഓർത്തുപോയി. ഞാൻ രാഷ്ട്രീയമല്ല എന്ന് പറയുന്നത്, എങ്കിലും പറഞ്ഞെന്നേ ഉള്ളൂ. ജൂനിയർ മാൻഡ്രേക്കിൻ്റെ കഥ ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് യഥാർത്ഥത്തിൽ കൃത്യമായ ചില അത്ഭുതങ്ങളിലൂടെ വന്ന ഒരു സിനിമയാണ്. ഞാൻ 88 ആദ്യത്തെ സിനിമ മാമലകൾക്കപ്പുറത്ത് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതിനുശേഷം പിന്നീട് ആ അവാർഡിൻ്റെ പേരിൽ എനിക്ക് കൊമേഴ്സ്യൽ സിനിമ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അതും ഒരു കഥയാണ്. അതായത് പ്രൊഡ്യൂസർ രഞ്ജിത്ത്, ചിപ്പിയുടെ ഭർത്താവ്, അദ്ദേഹമായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടിരുന്ന പടം മുഖ ചിത്രമാണ്. ജയറാം അഭിനയിച്ച സുരേഷ് ഉണ്ണിത്താൻ ചെയ്ത സിനിമ. ആ സിനിമയാണ് ആദ്യം പള്ളാശ്ശേരിയുടെ ആദ്യത്തെ സ്ക്രിപ്റ്റും ഞാനും പള്ളാശ്ശേരിയും കൂടി സ്ക്രിപ്റ്റ് എഴുതി എല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിതരണക്കാർ പറഞ്ഞു, അലി അക്ബർ ഒരു അവാർഡ് സംവിധായകനാണ്, അതുകൊണ്ട് അയാളെക്കൊണ്ട് ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അവസാന നിമിഷം ഞാൻ പുറത്താക്കപ്പെട്ടു. അതിനുശേഷമാണ് അത് സുരേഷ് ഉണ്ണിത്താനിലേക്ക് ആ സിനിമ എത്തുന്നതും അത് പൂർത്തീകരിക്കുന്നതും. പക്ഷെ അന്നേ രഞ്ജിത്ത് ഒരു വാക്ക് പറഞ്ഞു, അടുത്ത സിനിമ എന്തായാലും അലി അക്ബർ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുഖചിത്രം സിനിമ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് പള്ളാശ്ശേരി ഒരു നാടകക്കാരനാണ്. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇന്ന് പറവൂർ അമ്പലത്തിൽ നാടകമുണ്ട്, അപ്പോൾ ഞാൻ നേരത്തെ പോകും സാർ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നാടകം കണ്ടിട്ട് കുറേ കാലമായി അമ്പലപ്പറമ്പിൽ നിന്നിട്ട്, ഞാനും വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പള്ളനും കൂടി അങ്ങോട്ട് പോയി, പറവൂർ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിനേക്കാൾ വലിയ ടെൻഷൻ. കാരണം ഈ പള്ളാശ്ശേരിയുടെ ട്രൂപ്പ് അവിടെ എത്തിയിട്ടില്ല. സമയമായി, എത്തേണ്ട സമയം കഴിഞ്ഞിട്ട് ഈ അമ്പല കമ്മിറ്റിക്കാരിങ്ങനെ ഹാലിളകി നിൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പം ഞങ്ങൾ അവിടെ ചാടിയാൽ അടി ഉറപ്പാണ്. പക്ഷെ പള്ളം പറഞ്ഞു, ഇവിടെ നിൽക്കേണ്ട, വേഗം ഒന്ന് മാറി നിൽക്കുന്നു. ആ നാടകത്തിൻ്റെ പേരാണ് അനന്തപിള്ള അഥവാ അച്യുതൻപിള്ള. അങ്ങനെ ഞങ്ങൾ ആ ഉത്സവപ്പറമ്പിൽ നിന്ന് കുറച്ച് മാറി നിന്ന് ഒടുവിൽ അല്പം വൈകി, 1 മണിക്കൂറോളം വൈകി വാനെത്തി. വാനകത്തേക്ക് വന്നു. കമ്മിറ്റിക്കാരൊക്കെ ആയിട്ട് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തു. ഞാൻ ആ ഫ്രണ്ടിൽ തറയിലിരുന്ന് ഈ നാടകം കണ്ടു. അനന്തപിള്ള അഥവാ അച്യുതൻപിള്ള.
ആ നാടകം കണ്ട് തിരിച്ചു വന്ന് ഞാൻ എന്നോട് പറഞ്ഞു, പള്ളാശ്ശേരി നമ്മളിപ്പം എടുക്കുന്ന സിനിമയെക്കാളും ബെറ്റർ ആയിട്ടുള്ള സബ്ജക്റ്റാണല്ലോ നിങ്ങളുടെ നാടകം, അതെന്തുകൊണ്ട് ചെയ്തുകൂടാ? അത് പറഞ്ഞ് രഞ്ജിത്ത് റൂമിൽ വന്നപ്പോൾ രഞ്ജിത്തിനോട് ഞാൻ പറഞ്ഞു, രഞ്ജിത്ത് ഇതൊന്നുമല്ല സബ്ജക്റ്റ് ഇപ്പം നാടകം കളിക്കുന്ന പള്ളാശ്ശേരി കളിക്കുന്ന നാടകമാണ് എന്ന് പറഞ്ഞ് ഞാൻ ഈ സബ്ജക്റ്റ് രഞ്ജിത്തിനോട് പറഞ്ഞു. രഞ്ജിത്ത് പറഞ്ഞു, ഉഗ്ര നമുക്ക് അടുത്ത പടം ഇത് ചെയ്യണം, എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മുഖമുദ്ര, തിലകൻ ഡബിൾ റോൾ അഭിനയിച്ച മുഖമുദ്ര, ഈ പറയുന്ന മുഖചിത്രത്തിന് ശേഷം രഞ്ജിത്ത് നിർമ്മിച്ച ആ സിനിമ ചെയ്യുന്നു. ആ സിനിമ സൂപ്പർ ഹിറ്റായി. അന്നത്തെ കാലത്ത് തിലകനെ നായകനാക്കിക്കൊണ്ട് തിലകൻ ഡബിൾ റോളിൽ ആ സിനിമ ഹിറ്റാവുക എന്ന് പറഞ്ഞൊരു അത്ഭുതമായിരുന്നു. നല്ല സിനിമയായിരുന്നു. ഞാൻ ചെയ്തതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയിലൊന്നാണ് ഈ മുഖമുദ്ര. അങ്ങനെ മുഖമുദ്രയും കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അതായത് മുഖമുദ്ര കഴിയുമ്പം ആ സിനിമ ഹിറ്റായി കഴിയുമ്പോഴും എനിക്ക് അരി മേടിക്കാനുള്ള കാശില്ല എൻ്റെ കയ്യിൽ. ആ അവസ്ഥയിൽ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. സ്വന്തമായിട്ടൊരു ഫോണില്ല. ഈ മുഖമുദ്ര കഴിഞ്ഞ് പലരും എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും എനിക്കൊരു ഫോൺ നമ്പറോ ഒന്നുമില്ല. ഞാനൊരു ചേരിയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ അവസരങ്ങളൊന്നും എന്നെ തേടി വന്നില്ല. അത് കഴിഞ്ഞ് പിന്നീട് പൊന്നുച്ചാമി ചെയ്തു. അതും നല്ല സിനിമയായിരുന്നു. സുരേഷ് ഗോപി ആദ്യമായിട്ട് ഹീറോ ആയിട്ട് വന്ന സിനിമ പൊന്നുച്ചാമി. അത് കഴിഞ്ഞിട്ട് വീണ്ടും പൊന്നുച്ചാമിന്ന് 10 രൂപയുടെ പ്രതിഫലം കിട്ടാതെ അരഞ്ഞു തിരിയുന്ന സമയത്ത് വീണ്ടും പട്ടിണിയിലേക്ക്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അന്ന് ശാസ്തമംഗലത്ത് മോഹൻ സിത്താരുടെ വീട്ടിനടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അന്ന് ആ സമയത്ത് പരിചയപ്പെട്ട അഡ്വക്കേറ്റിൻ്റെ കുടുംബം ഹരിയുടെ കുടുംബമായിട്ട് അടുത്തു. അപ്പോൾ ഹരിയുടെ ഫാമിലിയിൽ അന്ന് താമസിക്കുമ്പോൾ എൻ്റെ ഓർമ്മ അവിടെ ഞാൻ ഒരു ദിവസം ഇരിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു സത്യാനന്ദ സരസ്വതി ആണെന്ന് തോന്നുന്നുണ്ട്, സ്വാമിജി. അദ്ദേഹം അവിടെ വന്നു, ആ വീട്ടിൽ വന്നു പോകുന്ന വഴിക്ക്. അപ്പോൾ ആ വീട്ടിലേക്ക് കയറുന്നിടത്ത് ഒരു കൃഷ്ണൻ്റെ പ്രതിമയുണ്ട്. വീട്ടിലേക്ക് കയറുന്നിടത്ത് ഒരു ഓടക്കുഴൽ പിടിച്ച് നിൽക്കുന്ന കൃഷ്ണൻ്റെ പ്രതിമ. അപ്പോൾ അവിടെ സ്വാമിജി വന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് പറഞ്ഞു, ഇത് ഇവിടെ വെക്കണ്ട ഹരി, ഇത് കൊണ്ടുപോയി കടലിൽ കളഞ്ഞേക്കുന്നുള്ളൂ. ഈ പ്രതിമ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഓടക്കുഴൽ വെച്ച കൃഷ്ണനെ അങ്ങനെ ആരും വയ്ക്കാറില്ല. ആ ഒരു സ്വാമിജി പറഞ്ഞു അത് വേണ്ട, അത് വലിയൊരു പ്രതിമയാണ്. സംഗതി പേപ്പർ പൾപ്പിലുണ്ടാക്കിയ പ്രതിമയാണെങ്കിലും സ്വാമിജി പറഞ്ഞാൽ കേൾക്കട്ടെ. അപ്പോൾ പിറ്റേന്ന് രാവിലെ തന്നെ ഹരി എന്നെ വിളിച്ചു. എൻ്റെ അന്ന് ഹരിയുടെ കൂടെ നിൽക്കുന്ന ഒരു അസിസ്റ്റൻ്റ്, അരുൺ എന്ന് പറഞ്ഞ അസിസ്റ്റൻ്റും ഉണ്ട്. ഞങ്ങൾ പോയി ഹരിയുടെ വണ്ടിയിൽ ഈ പ്രതിമയെടുത്ത് നേരെ ഞങ്ങൾ തിരുവനന്തപുരത്ത് കടപ്പുറത്ത് പോയി ഈ പ്രതിമ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. തിരയിൽപ്പെട്ട് നേരെ ഈ പ്രതിമ കൃഷ്ണൻ നേരെ തിരിച്ച് ഞങ്ങളുടെ കാൽക്കൽ തന്നെ വന്നു, വീണ്ടും എറിഞ്ഞു. ചുരുക്കി 5 പ്രാവശ്യമെങ്കിലും എനിക്ക് തോന്നുന്നു ഈ പോയ കൃഷ്ണൻ അതേപോലെ തിരികെ വന്നു. എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നി. ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അവസാനം ആ കൃഷ്ണൻ്റെ ആ വിഗ്രഹത്തിൻ്റെ അടിയിലെ ഒരു ഹോൾ ഇട്ടിട്ട് അതിൽ വെള്ളം നിറച്ചിട്ടാണ് പിന്നീട് എറിഞ്ഞത്. അങ്ങനെയാണ് ആ പ്രതിമ താഴ്ത്തിയത്. അപ്പോൾ എനിക്ക് തിരിച്ചു വരുമ്പോൾ കാറിൽ വരുമ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇതൊരു നല്ല ആശയമാണല്ലോ. എത്ര ശ്രമിച്ചിട്ടും പോവാത്ത ഒരു സംഗതിയെ ആർക്ക് കൊടുത്താലും തിരിച്ചു വരുന്ന ഒരവസ്ഥ, കളഞ്ഞാലും തിരിച്ചു വരുന്ന ഒരവസ്ഥ, ഇതൊരു സബ്ജക്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കൂടെ ഇന്ന് അരുണും പറഞ്ഞു, നല്ല സാറേ, നല്ലത്, നമുക്കത് എഴുതണം. അപ്പോൾ എന്നും വൈകുന്നേരം ഒരു പണിയില്ലാത്തത് കൊണ്ട് അരുൺ സ്കൂട്ടറായിട്ട് വരും, സ്കൂട്ടർ കയറും, മ്യൂസിയത്തിൽ പോകും. അന്ന് ആകെ കൂടി സിഗരറ്റ് വലിയാണ് കാര്യമായിട്ടുള്ളത്. അപ്പോൾ ഈ സിഗരറ്റിൻ്റെ കൂട് അന്ന് പാക്കറ്റൊന്നും കിടക്കാൻ പറ്റും, 2-3 വാങ്ങിക്കും, പാക്കറ്റ് ഉണ്ടാവും. ആ പാക്കറ്റിൻ്റെ മുകളിൽ ഈ തിരുവനന്തപുരം മ്യൂസിയത്തിലിരുന്ന് ഇതിൻ്റെ ഒരു 1 ലൈൻ, ജൂനിയർ മാൻഡേക്കിൻ്റെ 1 ലൈൻ തീർത്തു.
അങ്ങനെ വൺലൈൻ ഇരുന്ന് തീർത്ത് പക്ക വൺലൈനായിട്ട് പിന്നീട് ഇതിനെ ഒരു പ്രൊഡ്യൂസറെ തപ്പി ഞാൻ കുറേ നടന്നു, രക്ഷയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മറ്റ് ഏതായാലും പ്രൊഡ്യൂസറില്ല, അരുണെ നീ എങ്ങനെ രക്ഷപ്പെടും, നീ ഇതും കൊണ്ട് പോയി ആരെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ നോക്കി. അങ്ങനെ അരുൺ ഇതും കൊണ്ട് കുറേ അറിഞ്ഞു, പല സ്ഥലത്തും പോയി. അന്ന് പല ഫേമസ് ആയിട്ട് ഡയറക്ടർത്തും ഈ ജൂനിയർ മാറ്റർ കൊണ്ട് പോയിട്ട് അവരൊക്കെ ആർക്കും ഇതിലൊരു സബ്ജക്റ്റ് ഇല്ല, ഒരു പ്രതിഭ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഇതിനെന്ത് വിഷയം എന്ന് പറഞ്ഞു മടക്കി അയച്ചു. പിന്നീട് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരാൾക്കാർ പിന്നീട് വന്നപ്പോൾ അവർ പറഞ്ഞു, സബ്ജക്റ്റായിട്ട് പറഞ്ഞു ഇത് നമുക്ക് ചെയ്യാൻ. റെക്കോർഡിങ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഈ ചങ്ങാതിമാരുടെ ആകെ കുറച്ച് കാശേ ഉണ്ടായിരുന്നുള്ളൂ. അത് എറണാകുളത്ത് വന്ന് കള്ളും കുടിച്ച് തീർത്ത് ബാക്കി തിരിച്ച് അവസാനം ഇവരെ വിടാൻ വേണ്ടി ഞാൻ കടം മേടിക്കേണ്ടി വന്നു. അവർ പോയി, അതങ്ങനെ ആ റെക്കോർഡ് കൂടി അത് നിന്നു. പക്ഷേ ഈ വിഷയം അന്ന് ഈ സബ്ജക്റ്റ് ഞാൻ നമ്മുടെ മമ്മി സെഞ്ചുറിയോട് പറഞ്ഞു. മമ്മി സെഞ്ചുറിക്ക് ഈ സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു ഷുവർ ബെറ്റാന്ന് മമ്മിക്കറിയാം. മമ്മി അങ്ങനെ ഈ പടം മുടങ്ങി, ഈ പ്രൊഡ്യൂസർ പോയി മമ്മി ഷമീർ തുകലിനെ കണ്ട് ഇത് പറഞ്ഞ് അവസാനം അവരെൻ്റെ അടുത്ത് വന്നു. അങ്ങനെ ഈ പാട്ടിന് മുടക്കിയ കാശൊക്കെ അവർക്ക് കൊടുത്ത് പിന്നീട് ഈ പ്രോജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ സ്ക്രിപ്റ്റ് അതിന് മുന്നൊരു വലിയൊരു ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരു കഥ കൂടിയുണ്ട്. ഈ വൺലൈൻ ഇങ്ങനെ ആക്കി വെച്ചു, സ്ക്രിപ്റ്റ് തുടങ്ങണമല്ലോ. ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് മൂകാംബികയിൽ പോകുന്നത്. അതൊരു വലിയ അത്ഭുതം നിറഞ്ഞ, നിങ്ങളിപ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ആരും. അതിനു മുമ്പ് പലതവണ മൂകാംബികയിൽ പോകാൻ ശ്രമിച്ചിട്ടും എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം 4-5 സുഹൃത്തുക്കൾ ചേർന്ന് ടിക്കറ്റ് വരെ എടുത്തിട്ട് മുടങ്ങിപ്പോയിട്ടുണ്ട്. അവസാനം എൻ്റെ കയ്യിൽ കാശൊക്കെ തീർന്നു. പിന്നീട് സുഹൃത്തുക്കളെല്ലാം കൂടി മൂകാംബികയിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല. അങ്ങനെ അവർക്കതൊരു ഫീലായി. കാരണം ഞാൻ ഞാൻ മുൻകൈ എടുത്തിട്ടും നടന്നിട്ടില്ല. അപ്പോൾ അതിൽ ആയിരുന്ന രമേശുണ്ട്, എൻ്റെ സുഹൃത്ത് ഇലിയാസ് ഉണ്ട്, ദിലീപ് ഉണ്ട്, എൻ്റെ അസോസിയേറ്റ് ആയിരുന്ന, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. 4-5 പേരുണ്ടായിരുന്നു. ഒരു സുനിലുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഇവർ പറഞ്ഞു, ഒരു കാര്യം, ഞങ്ങൾ എന്തായാലും റൂം എടുക്കണമല്ലോ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, വണ്ടിക്കൂലി ട്രെയിനിൻ്റെ കാശ് മാത്രം, അന്ന് ട്രെയിന് ചുരുങ്ങിയ പൈസയുള്ളൂ, വളരെ കാലം 95-ലെ കഥ ഞാനീ പറയുന്നത്. അത് അങ്ങനെ ടിക്കറ്റ് ഞാൻ എങ്ങനെ ഞാൻ ഇവിടുത്തെ കടം മേടിച്ച് ടിക്കറ്റ് ഞാൻ എടുത്തു. അങ്ങനെ മൂകാംബികയിൽ പോയി. അപ്പോൾ അന്ന് അവിടെ റൂം എടുത്ത് താമസിച്ചു. പിറ്റേന്ന് കുടജാദ്രി പോകാൻ നടന്നു പോകാനാണ് പ്ലാൻ ഇട്ടിരുന്നത്. അങ്ങനെ അന്ന് അവിടെ സന്ധ്യയ്ക്ക് തൊഴുതു. അത് കഴിഞ്ഞ് അവിടെ വന്നു. അപ്പോൾ റൂം വെക്കേറ്റ് ചെയ്യേണ്ട, സാധനങ്ങളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ഡ്രസ്സുമായിട്ട് നേരെ അതിരാവിലെ കുടജാദ്രിക്ക് തിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേന്ന് രാവിലെ കുടജാദ്രിയിലേക്ക് തിരിക്കാൻ നേരത്ത് ഈ ചെരുപ്പ് കട്ടിലടിയുണ്ട്. ഈ ചെരുപ്പ് ഇങ്ങനെ എടുത്തപ്പം എൻ്റെ മനസ്സ് പറഞ്ഞു, നല്ലൊരു സ്ഥലത്തേക്ക് പോയില്ല, എന്തിനാണോ ചെരുപ്പിടുന്നത്? എൻ്റെ മനസ്സ് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെരുപ്പ് അവിടെ ഉപേക്ഷിച്ചു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, എന്താ അല്ലേ അത് ചെരുപ്പെടുക്കാത്തത്? അത് വേണ്ട എന്ന് തോന്നി. അങ്ങനെ ചെരുപ്പിടാതെ ഞാൻ കുടജാദ്രിയിലേക്ക് നടന്നു. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. വഴിയെക്കുറിച്ചൊന്നും ഒരു ധാരണയുണ്ടായിരുന്നില്ല. പക്ഷേ ആ യാത്ര കഠിനമായിരുന്നു. ഏകദേശം കാടിൻ്റെ ഒരു പരിധി വിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കാണ് നമ്മൾ 11 മണിക്കാണ് അവിടെ ഈ പാറ കയറാൻ തുടങ്ങിയത്. ഒരു വലിയ മുഴുവൻ പഴുത്ത് കിടക്കുന്ന പാറക്കെട്ടിലൂടെ നടന്ന് മുകളിലെത്തുമ്പോഴത്തേക്കും എൻ്റെ 2 കാലും പൊള്ളി. അവിടെ നിന്ന് വേച്ചാണ് സർവജ്ഞപീഠത്തിലെത്തുന്നത്. അങ്ങനെ സർവജ്ഞപീഠത്തിൽ അപ്പം ഈ ജൂനിയർ മാൻഡ്രേക്ക് എഴുതാനുള്ള പേപ്പറും പേനയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ സർവജ്ഞപീഠത്തിലെത്തിയപ്പോൾ അവർ താഴെ സ്വാമി ഗുഹയുണ്ട്, അവിടെയൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് നടക്കാൻ പറ്റില്ല, നിങ്ങൾ പോയിട്ട് വരൂ, ഞാനിവിടെ പീഠത്തിലിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പീഠത്തിലിരുന്ന് അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ജൂനിയർ മാൻഡ്രേക്കിൻ്റെ ആദ്യ വരി കുറിക്കുന്നത്. അങ്ങനെ കുറിച്ച് തിരിച്ച് അവിടെ അടികയുടെ താമസ സ്ഥലത്തെത്തി. അവിടെ അന്ന് രാത്രി തങ്ങി. നേരം വെളുക്കുമ്പോഴത്തേക്ക് എൻ്റെ കാലിൽ
വിരൽ, അതായത് തള്ളവിരലൊഴിച്ച് ബാക്കി എല്ലായിടത്തും കുമിളയായിട്ട് ബബിള് പൊള്ളിയിട്ട് പൊന്തിയിരിക്കുന്നു. അതിൽ മുഴുവനും ഈ ജലം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. ഇത് കണ്ടപ്പം കൂട്ടുകാരൊക്കെ ഞെട്ടി. ഇതെന്താ ഇപ്പം ചെയ്യുക, എങ്ങനെ പോവുക? ഞാൻ പറഞ്ഞു, 2 വിരൽ എനിക്ക് ഫ്രീ ഉണ്ടല്ലോ, ഞാൻ അതിൽ 2 ആളുടെ തോള് തന്നാൽ മതി. അങ്ങനെ ഏലിയാസും ദിലീപും അവരുടെ 2 ഷോൾഡർ എനിക്ക് തന്നു. അവർ 2 ഷോൾഡറിൽ കൈ വെച്ചിട്ട് ഈ പെരുവിരൽ ഊന്നിയാണ് ഞാൻ തിരിച്ച് മൂകാംബികയിലെത്തുന്നത്. അങ്ങനെ മൂകാംബികയിലെത്തി നേരെ ഞങ്ങൾ പുഴയിലേക്ക് പോയി. പുഴയിലെത്തി, എല്ലാവരും പുഴയിലിറങ്ങി. അപ്പോൾ എനിക്കും അവിടെ നിന്ന് ഇറങ്ങണം. മനസ്സ് പറഞ്ഞു, ഇറങ്ങ്, ഈ ചൂടൊന്ന് തണുത്ത് കിട്ടും. അങ്ങനെ സവർണികയിലേക്ക് ഞാനും ഇറങ്ങി. സവർണിയിൽ ആ തണുപ്പ്, നല്ല തണുപ്പുണ്ടായിരുന്നു. ആ തണുപ്പത്ത് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് തിരിച്ച് ഞാൻ കരയിൽ കയറിയിട്ട് എൻ്റെ കാലിൻ്റെ അകത്ത് നോക്കിയപ്പോൾ ഒരൊറ്റ കുമിളയും കാണാനില്ല, ഇളകിയ സ്കിന്നില്ല. ഞാൻ എപ്രകാരമാണോ മൂകാംബികയിൽ അത് എത്തിയത്, അതേ രീതിയിൽ എൻ്റെ 2 കാലിലും ഈ കുമിളകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ ഡോക്ടർ ഉണ്ടോ എന്ന് സംശയമുണ്ട്, ഒരു നഴ്സുണ്ടോ എന്ന് സംശയമുണ്ട്. എന്തായാലും ഇവരൊക്കെ ഈ കാലിങ്ങനെ തിരുമ്മി നോക്കി, ഇതെന്ത് അത്ഭുതമാണ്. അങ്ങനെ അത്ഭുതം കൂടിക്കൊണ്ട് ഏലിയാസ് എന്ന് പറഞ്ഞു, KJ ഏലിയാസ്, മൂവാറ്റുപുഴക്കാരനാണ്. ഏലിയാസ് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ അലി, നീ ഇനി നടക്കേണ്ടി വരില്ലടാ. ഏലിയാസിൻ്റെ വായന്ന് കിട്ടിയ ആ വാക്കാണത്, ഇനി നീ നടക്കേണ്ടി വരില്ലടാ. അങ്ങനെ അന്ന് മൂകാംബിയെ തൊഴുത് വന്നതിന് ശേഷമാണ് നേരത്തെ പറഞ്ഞ മമ്മി എന്നെ സമീപിക്കുന്നത്. കോയിൻസിഡൻസ് ഭയങ്കരമാണ്. മമ്മിയായിട്ട് സംസാരിച്ചു. ആ പടം ട്രാക്കിലേക്ക് കയറി. ആ പടത്തിൻ്റെ ബെന്നി പി നായർ വിളിച്ചു സ്ക്രിപ്റ്റ് എഴുതാൻ. വൺ ലൈൻ പക്ക ഉണ്ടായിരുന്നു. ആ വൺ ലൈൻ വെച്ച് ബെന്നിയുടെ കോൺട്രിബ്യൂഷൻ കൂടെ ആയപ്പോഴത്തേക്കും മനോഹരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റായി. അതിൻ്റെ ഓരോ സിറ്റുവേഷനും അതിന് വേറൊരു വലിയ ഘടകമുണ്ട്. ഇതെല്ലാം പ്ലാൻ ചെയ്ത് റെഡിയായി നിൽക്കുമ്പോഴാണ് ജഗതി ചേട്ടനെതിരെ കേസ് വരുന്നത്, പീഡന കേസ്. അതോടുകൂടി വീട്ടും ആകെ അങ്കരാപ്പിലായി, പ്രശ്നമായി. അപ്പം ഡിസ്ട്രിബ്യൂട്ടർ ഒരേ വാശി, ജഗതിനെ മാറ്റി വെക്കുള്ളൂ, ജഗതിനെ മാറ്റാണ്ട് നടക്കില്ല. അന്ന് ദിലീപ് കയറി വരുന്ന സമയം. അപ്പോൾ സിയാദ് കോക്കർ എൻ്റെ പറഞ്ഞു, ഇത് ദിലീപിനിട്ട് ചെയ്യാം, ഞാൻ ദിലീപിനെ സംസാരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, നടക്കില്ല. ഈ സിനിമ ജഗതി ശ്രീകുമാർ ചെയ്യാതെ ഇത് നടക്കുന്ന കാര്യമില്ല, ഇത് സക്സസ് ആവില്ല. ആ റോള് ചെയ്യാൻ ജഗതി ശ്രീകുമാറിന് മാത്രമേ പറ്റുള്ളൂ. ഞാൻ വാശി പിടിച്ചു. അപ്പോഴത്തേക്കും പണം കുറേ മുടക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ജഗതി വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ചിലപ്പോൾ കൈവയ്ക്കും, ഇങ്ങനെ കേസ് നടക്കില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, എനിക്ക് ജഗതിനെ അറിയാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല, നാട്ടുകാരൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എൻ്റെ വാശിക്ക് ജഗതി വെച്ച് തന്നെ ആ സിനിമ തുടങ്ങി. എനിക്കും ആദ്യം പേടിയുണ്ടായിരുന്നു. കാരണം കൂടുതൽ നിങ്ങൾ ആ സിനിമ കണ്ടല്ലോ, മിക്കവാറും ഷൂട്ടിങ് ഔട്ട്ഡോറിലാണ്. റോട്ടിൽ പാവിരിച്ച് കിടക്കണം, റോട്ടിൽ ഷൂട്ടിങ്, എല്ലായിടത്തും അങ്ങനെ ഒരു സബ്ജക്റ്റാണത്. പക്ഷേ ജഗതി വന്നു, ജഗതിയിലെ കേസൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല, മോനെ എന്ന് പറഞ്ഞ അമ്മമാരും ഒക്കെ ഓടി വന്ന്. ജഗതിക്ക് ആരാധകർക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ ജഗതി ആ സിനിമയിൽ വന്നു. അതിൻ്റെ ഓരോ സീക്രട്സ് വാല്യൂ എനിക്ക് തോന്നുന്നു ഈ ബോൾ തട്ടുന്ന സമയത്ത് ഈച്ച വന്ന് മൂക്കിലിരിക്കുന്നത് അത് ഇൻസ്റ്റൻ്റായിട്ട് ജഗതിക്ക് വന്ന ഇതാണ്. അപ്പം ഈ കുഴി കുഴിച്ചിട്ടിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ. കുഴി കുഴിച്ച് അതിനകത്ത് ആളിറക്കി 2 പലക കഴുത്തിൽ അപ്പുറത്തും വെച്ച് റൗണ്ട് കട്ട് ചെയ്തിട്ട് വെച്ച് അതിന് മുകളിൽ മണ്ണിട്ടിട്ടാണ് ആ സീക്വൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പലക മാറ്റി റിലാക്സ് ചെയ്യാൻ നടക്കുന്ന കാര്യമില്ല. അപ്പം എൻ്റെ മണ്ണിൻ്റെ ആ ഫോം കണ്ടിന്യൂറ്റി ഒക്കെ നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് അമ്പിളിച്ചേട്ടൻ പറഞ്ഞു, ഞാനിങ്ങനെ നിന്നോളാം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ അലി എന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞു, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും, എൻ്റെ മൂക്ക് ചൊറിയുന്നു, ഒന്ന് ചൊറിഞ്ഞതാണ്, അപ്പോൾ മൂക്ക് ചൊറിഞ്ഞു കൊടുക്കണം.
അങ്ങനെ ഒരു പ്രാവശ്യം മൂക്ക് ചൊറിയുമ്പോഴാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞത്, അല്ലി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പം എൻ്റെ മൂക്കിൻ്റെ അറ്റത്ത് ഒരു ഈച്ചയോ തുമ്പിയോ വന്നിരുന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് അപ്പം കത്തി, അയ്യോ അത് ഭയങ്കര സീക്വൻസ് ആയിരിക്കുമല്ലോ ചേട്ടാ. ഞാൻ ഉടനെ ആർട്ടിൻ്റെ ആൾക്കാരെ വിളിച്ച് എവിടെ നിന്നെങ്കിലും തുമ്പിയോ ഈച്ചയോ എന്തുകൊണ്ടായാലും വേണ്ടി പറക്കുന്ന ഒരു സാധനത്തിനെ ഇപ്പം പിടിക്കണം പറഞ്ഞു. മിനിറ്റ് വെച്ച് ഒരു തുമ്പിനെ കൊണ്ടുവന്നു പട്ടറഷീത് സ്പിരിറ്റിക്ക് വെച്ച് അമ്പിളിച്ചേട്ടൻ്റെ മൂക്കിൻ്റെ തുഞ്ചത്ത് ഒട്ടിച്ചു വെച്ചു. അപ്പോൾ അവിടെ ആക്കുമ്പോൾ ആ തുമ്പിയുടെ ഇളക്കവും അതൊരു എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ ഒരു സീക്വൻസ് ആയിരുന്നു അത്, ആ ജൂനിയർ മാൻഡ്രേക്കിൽ. അങ്ങനെ എനിക്ക് പല ഇൻസിഡൻസും അമ്പിളിച്ചേട്ടൻ അങ്ങനെയാണ്. സിനിമയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കലാകാരനാണ്, 100% കലാകാരനാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഈ സുരേഷ് ഉണ്ണിത്താൻ്റെ ഞാൻ പറഞ്ഞില്ല ഞാൻ ചെയ്യേണ്ടിരുന്ന സിനിമ എന്ന് പറഞ്ഞാൽ മുഖചിത്രം. ആ സിനിമയുടെ ഷൂട്ടിങ്ങിൽ കള്ളുഷാപ്പിന് മുമ്പിൽ ഇദ്ദേഹം ഒരു വയലിലേക്ക് ചാടുന്നൊരു സീക്വൻസ് ഉണ്ട്. സിനിമയിലുള്ളതല്ല. അവിടെ വന്ന് ജഗദീഷുമായിട്ടുള്ള സീക്വൻസിൽ ഉണ്ണിത്താൻ പറഞ്ഞു, ഞാൻ ഇതിലേക്ക് ചാടിയ കവർ ചെയ്യുന്ന രീതിയിൽ ആംഗിൾ വയ്ക്കാവോ വെച്ചു. മുൻകൂട്ടി അവിടെ ഇറങ്ങിയിട്ട് പിടിച്ചിട്ടൊന്നുമില്ല. ഈ മനുഷ്യൻ ഒരു അടിയുടെ ഇതിൽ ഒരൊറ്റ ചാട്ടാണ് ആ ചെളിയിലേക്ക്. ചെളിയിൽ നിന്ന് പൊന്തുമ്പം ഇദ്ദേഹത്തിൻ്റെ 1 ഇഞ്ച് സ്ഥലമില്ല ചെളിയിൽ കുളിക്കാത്തത്. അതോ മണത്തിട്ട് അടുത്ത് നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ ചെളിയും. അതാണ് ജഗതി ചേട്ടൻ. അത് ജൂനിയർ മാൻഡ്രേക്കിൽ അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു മുഴുവൻ കഴിവും ആ സിനിമയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി. അപ്പോൾ അത് തുടങ്ങുന്ന ആലോചിക്കൂ, കൃഷ്ണനിൽ നിന്ന് തുടങ്ങി സബ്ജക്റ്റ്. കൃഷ്ണൻ തുടങ്ങി മൂകാംബികയിൽ നിന്ന് അതിൻ്റെ അടുത്ത തുടക്കം കുറിച്ചു. പിന്നീട് അത് കംപ്ലീറ്റ് ചെയ്തു. ആ സിനിമ ഒരു കുഞ്ഞു സിനിമ, വളരെ ചെറിയ കോസ്റ്റിലെടുത്ത സിനിമയാണത്. ആകെ 18 ദിവസമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ആ സിനിമ. അമ്പിളിച്ചേട്ടന് 6-7 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ ആ സിനിമയിൽ ആകെ. ആലോചിച്ച് നോക്കണം. അന്ന് ഒരു ദിവസം ഞാൻ 10 സീന് വരെ എടുക്കും. രാവിലെ കൃത്യം 7 മണിക്ക് ഷൂട്ടിങ് തുടങ്ങും, വൈകുന്നേരം 9:30 പാക്കപ്പ്. ഓവർനൈറ്റ് ഷൂട്ട് ചെയ്യില്ല. അങ്ങനെ തീർത്തൊരു സിനിമയാണ് ജൂനിയർ മാൻഡ്രേക്ക്. ആ ജൂനിയർ മാൻഡ്രേക്കും സൂപ്പർ ഹിറ്റായി. ആ ഹിറ്റിന് ശേഷം അന്ന് ഷെമീറിനൊരു 1000 മാരുതി 1000 വണ്ടിയുണ്ട്. ഞാനത് എൻ്റെ സിനിമയുടെ റെമ്യൂണറേഷനും മറ്റ് സ്റ്റോറി റൈറ്റിൻ്റെ റൈറ്റും എല്ലാം കൂടി കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഷെമീർ എനിക്ക് ആ കാർ തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഷെമീറിൻ്റെ കയ്യിൽ നിന്നാണ് ആ കാർ ആദ്യമായിട്ട് വന്നത്. ആലോചിക്കണം, മൂകാംബികയിൽ നിന്ന് ഏലിയാസാണ് എന്നോട് പറയുന്നത്, അലി ഇനി നീ നടക്കേണ്ടി വരില്ല എന്ന്. അത് അന്ന് മുതൽ ഈ ജൂനിയർ മാൻഡ്രേക്ക് ഹിറ്റായി. ആ കാർ എൻ്റെ മുറ്റത്തേക്ക് വന്നു. 97 മുതൽ ഈ നിമിഷം വരെ എന്നെ വാഹനം വിട്ടു പോയിട്ടില്ല. എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു വാഹനം, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഒരു വാഹനം ഉണ്ടാവും. മൂകാംബികയെന്ന് ഏലിയാസ് പറഞ്ഞ വാക്കാണത്. അത് ഇന്ന് വരെ സാധിച്ചു എന്നുള്ളതാണ്. ജൂനിയർ മാൻഡ്രേക്ക് ആ പ്രതിഭ ഇന്ന് നമ്മൾ ആലോചിക്കുമ്പം ഇന്നത് പലരിലും ആരോപിക്കപ്പെടും. ഇത് യഥാർത്ഥത്തിൽ ഈ ആശയം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പറഞ്ഞാൽ പലപ്പോഴും വിശ്വസിക്കും. ഇപ്പോൾ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞില്ല, മൂകാംബികയിൽ എനിക്കുണ്ടായിട്ടുള്ള ആ അത്ഭുതകരമായിട്ടുള്ള ഒരു റിലീഫ്. ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ ഇപ്പോൾ എന്നെ കേൾക്കുന്ന 90% പേര് വിശ്വസിക്കില്ല. പുള്ളി പുളുവടിക്കുന്നതെന്നേ പറയുള്ളൂ. അത് അനുഭവിച്ച് എനിക്ക് പിന്നെ ഇപ്പോഴും എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന, അന്ന് എൻ്റെ കൂടെ വന്ന സുഹൃത്തുക്കളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, അവർ തങ്ങിയിരിക്കും. അതുകൊണ്ടാണത് പറയുന്നത്. അങ്ങനെ ആ അനുഭവം നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരനുഭവമാണ് മൂകാംബിക എന്ന് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത് എനിക്ക്. പിന്നീട് ഞാൻ മൂകാംബികയിൽ ഒരുപാട് തവണ പോയിട്ടുണ്ട്. ഓരോ തവണ പോകുമ്പോഴും എനിക്ക് ഇത്തരം ഒരു ഫീൽ അവിടെ ഉണ്ടാവാറുണ്ട്. മൂകാംബികയിൽ
അപ്പോൾ ഇവർ ആകസ്മികമായിട്ട് സംഭവിച്ചു. ഈ മാൻഡ്രേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അന്ന് ഈ പ്രതിമ ഒരൊറ്റ പ്രതിമയേ ഉള്ളൂ, ഡമ്മി വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ സാധനം ജനാർദ്ദനം കൊണ്ടുപോയി പുഴയിൽ മുക്കിക്കളയുന്ന സീക്വൻസ് ഉണ്ട്. അത് അവിടെ പുഴയല്ല ഉണ്ടായിരുന്നത്, ഒരു വലിയ കനാലാണ്, നല്ല ശക്തിയായിട്ട് വെള്ളം ഒഴുകുന്ന കനാലാണ്. ഈ മനുഷ്യനെ ഇതും കൊണ്ട് അടുത്ത് പോയിട്ട് ഇതങ്ങ് മുക്കി പ്രതിമ പോയി. ദൈവമേ, വിറച്ചിട്ട് ബാക്കി ക്ലൈമാക്സ് ഒക്കെ എടുക്കാനുണ്ട്. പ്രതിമ വെള്ളത്തിൽ കൂടി ഒരു പോക്കാണ്. ഞാൻ കുറച്ച് വിട്ടോ വണ്ടി ഒരു ജീപ്പ് മുന്നിൽ പുറകിൽ, കാരണം കനാല്. അപ്പം അവർക്ക് അറിയാവുന്ന സ്ഥലങ്ങൾ അവിടുത്തെ ആൾക്കാർ, അവരാണ് ബഡ്ജ് വിട്ട് അവർ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് ആണ് ഈ പ്രതിമ വീണ്ടെടുക്കുന്നത്. ഈ പ്രതിമ വീണ്ടെടുക്കുന്നത് കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്നാണ്. അങ്ങനെ രസകരമായിട്ട് എൻ്റെ ജീവിതത്തിൽ വളരെ രസമായിരുന്നു ഷൂട്ടിങ്. അതിൽ ഒരു പ്രത്യേകത ഉള്ളത്, ഷമീർ പ്രൊഡ്യൂസർ പയ്യനാണ്. ഷമീറിൻ്റെ അടുത്ത്, ഷമീർ എനിക്ക് ഇന്നത് വേണടാ എന്ന് പറഞ്ഞാൽ മതി, ഒരു 40 പേര് വേണ്ട, അരികൊക്കെ എപ്പോഴാണ് വേണ്ടത്, 5 മണിക്ക് അവിടെ ഉണ്ടാവും. 5 മണിക്ക് കാണാൻ ഒരു ലോറി വരുന്ന, ആ ലോറിയിൽ 10-40 പേരുണ്ടാവും, അവിടെ ഉണ്ട്. നല്ല പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ റിലാക്സ് ചെയ്തിട്ട് ഒരു രീതിയിലൊരു ബുദ്ധിമുട്ടില്ലാത്ത ചെയ്ത ഒരു സിനിമയാണ്. ഒരു ബുദ്ധിമുട്ടും അതിനറിഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത്, അതിൽ തന്നെ ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ള, അതിന് മുന്നേ അസിസ്റ്റൻ്റായിട്ട് വന്ന 2 ആൾക്കാരെ വിളിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ആർട്ടായിട്ട് നിൽക്കുന്നത്. ഇന്നിപ്പം അവർക്ക് ഭയങ്കര തിരക്കുള്ള ആർട്ട് ഡയറക്ടേഴ്സാണ്, ഗിരീഷും സാബു, അവരിന്ന് അറിയപ്പെടുന്ന ആർട്ട് ഡയറക്ടേഴ്സ്. ആദ്യമായിട്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന സിനിമയാണത്. അങ്ങനെ അതേപോലെ എൻ്റെ സിനിമയിൽ ഓരോരുത്തരെയും പരീക്ഷിക്കാറുണ്ട്. ക്യാമറമാൻ പുതുതായിട്ട് ആൾക്കാരെ കൊണ്ടുവന്നിട്ട്, കാരണം ഒന്ന് കോസ്റ്റ് വൈസ്, പിന്നെ പുതിയതായിട്ട് ആൾ വരുമ്പോൾ ഭയങ്കര ആത്മാർത്ഥത കൂടുതലുണ്ടാവും. അയാൾക്കത് സക്സസ് ആവണം എന്നുള്ളൊരു ഉണ്ടാവും. അനാവശ്യമായിട്ടുള്ള ഈ നമ്മുടെ ബഡ്ജറ്റ് അറിഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ആ ജൂനിയർ മാൻഡ്രേക്ക് അവിടെ അവസാനിച്ചു. പക്ഷേ ജൂനിയർ മാൻഡ്രേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനു മുമ്പും അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ചില ആളുകൾ, നമ്മൾ പറയാറുണ്ട്, ചില ആളുകൾ നമ്മുടെ കൂടെ കന്ന ദാരിദ്ര്യം, ആളുകൾ മാത്രമല്ല, ചില വാഹനങ്ങൾ നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞാൽ അന്ന് മുതൽ ദാരിദ്ര്യം തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ ചില ആളുകൾ, ഈ ബാധയുള്ള ആളുകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് എൻ്റെ കുഞ്ഞിലെ ഉള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ വീട്ടിൽ അന്നത്തെ കാലത്ത് ഭക്ഷണം വെച്ച് തിളച്ച് മറിയുമ്പോൾ അതിനകത്ത് മുടിക്കെട്ടും മലവും ഉണ്ടാവും. ഭയങ്കര പ്രശ്നമായി. എങ്ങനെ കാവൽ നിന്ന് കഞ്ഞി വെച്ചാലും ചോറ് വെച്ച് തിളച്ച് വരുമ്പം അതിനകത്ത് മുടിക്കെട്ടും മാലിന്യവും ഉണ്ടാവും. അവസാനം അന്ന് ഇതുപോലെ മന്ത്രവാദി വിളിച്ച് നോക്കുമ്പോൾ എന്താ, ചാത്തൻ ബാധയുള്ളൊരു പെൺകുട്ടി ജോലിക്കാരിയായിട്ട് അവിടെ വന്നിരുന്നു. അവരെ പിരിച്ചു വിട്ടപ്പോൾ ആ പ്രശ്നം തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പലതും ജീവിതത്തിലുണ്ടാകും. അതിനെ യുക്തി കൊണ്ടോ അതല്ലെങ്കിൽ ശാസ്ത്രം കൊണ്ടോ ഒന്നും പലപ്പോഴും നമുക്ക്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു 3-ാം കണ്ണുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനുണ്ടെന്ന് പറയും. ജീവിതത്തിൽ 3-ാമത്തെ ഒരു കണ്ണുണ്ടോ? നമുക്ക് ഉണ്ട്. ഓരോ മനുഷ്യരുണ്ടാവും. അതിൻ്റെ ഉയർച്ച താഴ്ചകൾ പല രീതിയിലാവും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പലതും മുൻകൂട്ടി കണ്ടിട്ടുണ്ട്, മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. മറ്റു എൻ്റെ കാര്യത്തിലല്ല പറയുന്നത്, മറ്റുള്ളവരുടെ കാര്യത്തിൽ അത് അച്ചിട്ട പോലെ സംഭവിച്ചിട്ടുണ്ട്. അത് ചില സമയത്ത് നമുക്ക് ചില ഉൾവിളികളുണ്ടാകും, ചില കാഴ്ചകളുണ്ടാകും, നമ്മൾ കാണാത്ത കാഴ്ചകളുണ്ടാകും. അങ്ങനെ കാണാത്ത കാഴ്ചകൾ ഞാൻ കുറിച്ചു. അപ്പം തന്നെ അവിടെ ഇങ്ങനെ ഞാനൊന്ന് കണ്ടു, ഇവിടെ അങ്ങനെ വല്ലതുണ്ടോ. ഒരു ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ, ഒരു ദിവസം ഇതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് അവിടെ നമ്മുടെ പെയിൻ ആൻഡ് പാലിറ്റീവിൻ്റെ ക്യാമ്പ് നടക്കും. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ സ്മോക്കിംഗ് സൂക്കട്ടുകളുണ്ട്. ഇടവേളകളിൽ പതുക്കെ ഞാൻ അവിടെ തൊട്ടടുത്ത് കാടാണ്, ആ കാട്ടിൽ പോയിട്ട് സിഗരറ്റ് വലിക്കും.
അങ്ങനെ ഒരു ദിവസം കാട്ടിൽ പോയി സിഗരറ്റ് വെച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ കാണുന്ന കാഴ്ച ഞാൻ പെട്ടെന്ന് കാണുക, ഫ്രണ്ടിൽ കുറേ പൂജാരിമാർ ഇങ്ങനെ അവരുടെ ബ്രാഹ്മണർ ഇതൊക്കെ കെട്ടി ഇങ്ങനെ പോകുന്നതായിട്ട്. അപ്പോൾ തിരിച്ചു വന്ന അന്ന് ജോസാണ് അവിടുത്തെ ഇൻചാർജ്. ഞാൻ ജോസിനോട്, ജോസെ ഈ കാട്ടിനകത്ത് വല്ല ക്ഷേത്രം വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. ഏയ് അതിനകത്ത് ക്ഷേത്രമല്ല, ഞാൻ പറയാം തിരുവല്ലായി, അവിടെ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് ശരി, ഞാനത് മനസ്സിലിട്ട് ഇങ്ങോട്ട് പോരുകയും ചെയ്തു. ഒരു 2 മാസം കഴിഞ്ഞാണ് ഈ ജോസ് എന്നെ വിളിക്കുന്നത്. അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നു. ഞാൻ ചെന്നു. തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്, മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് താമസിക്കുന്നത്. ഞാൻ ചെന്നപ്പം പുള്ളി എന്നെ വിളിച്ചു കൊണ്ടുപോയി ഒരു കാഴ്ച കാണിക്കുക. അപ്പോൾ ഏറ്റവും രസകരം, ഞാൻ അന്ന് കണ്ട അതേ കാഴ്ചയെ കാണുന്നത്. ഞാൻ അവിടെ വരുമ്പോൾ ഈ ബ്രാഹ്മണർ ഇങ്ങനെ നിരന്നിങ്ങനെ നടന്ന് നീങ്ങുന്ന കാഴ്ചയാണ്. എന്നിട്ട് ജോസ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളിതിന് മുന്നേ ഇവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ ഇല്ല. പിന്നെ അന്നങ്ങനെ ഇവിടെ ക്ഷേത്രം ഉണ്ടെന്ന്. ആ ക്ഷേത്രം, അതിനകത്തൊരു ക്ഷേത്രം ഉണ്ടായത് ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രമാണ്, പിന്നീടത് പുനരുദ്ധരിച്ചതാണെന്നുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ ചില സ്ഥലങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ പലതും നമുക്ക് അറിയാത്തതായിട്ട്, അങ്ങനെ അത് ഒറ്റപ്പെട്ടതല്ല. എനിക്കുണ്ടായ അനുഭവങ്ങൾക്കൊക്കെ സാക്ഷിയുണ്ട്. അത് വെറും സാക്ഷികളല്ല, ഡോക്ടർമാരും അങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള സാക്ഷികളുള്ള അനുഭവങ്ങളാണ്. അത് എൻ്റെ നാട്ടിലില്ല, മറ്റ് ഒരിക്കലും പോകാത്ത ഇടത്ത് പോയിട്ട് ഇതേപോലെ കാഴ്ചകൾ കണ്ട് അത് തെരഞ്ഞു പോയി അവിടെ അത് കണ്ട് മറ്റുള്ളവർ വിശ്വസിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പം ഇതൊന്നും ആധുനിക കാലത്ത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. നമുക്കൊരു 3ാമത്തെ കണ്ണുണ്ട്, നമുക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങും ഇവിടുത്തെ യുക്തിവാദികളൊക്കെ. ഒന്ന് കാണിച്ചു തരാൻ പറ്റില്ല നമുക്ക്. അത് ചില സമയത്ത് അനുഭവപ്പെടുന്നതാണ്. അങ്ങനെ അനുഭവപ്പെട്ട. അപ്പോൾ ഈ ജൂനിയർ മാട്രിക്ക് അത്തരമൊരു അനുഭവമായി യഥാർത്ഥത്തിൽ. സത്യത്തിൽ അവസാനം ഈ ജൂനിയർ മാട്രിക് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രതിമ എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. അന്ന് അത് മമ്മി എനിക്ക് തന്നില്ല, അത് എവിടെയോ കൊണ്ടുപോയി. പിന്നെ അത് നഷ്ടപ്പെട്ടു പോയിരുന്നു. എല്ലാവർക്കും പിന്നെ അത് വയ്ക്കാൻ പേടിയായിരുന്നു, അത് വീട്ടിലിരിക്കാൻ. അതിൻ്റെ അപ്പം അതിലാരോപിച്ചിട്ടുള്ള ഒരു ദുഷ്ടശക്തി അതിൻ്റെ അത് എവിടെ വെച്ചടം മുടിയും എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് നമ്മുടെ സന്ദീപ് വാര്യരെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു, അതുകൊണ്ടാണ് അത് ജൂനിയർ മാട്രിക്കാണ്. അതേപോലെ തന്നെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ വെച്ചേടം പൊടിയുന്ന ഒരവസ്ഥ ജീവിതത്തിൽ പലർക്കും അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മളിത് വെറും സിനിമാ കഥ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ചില കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് വരെ ഉണ്ടായുള്ള സ്വസ്ഥത ചിലപ്പോൾ ഭാര്യയുടെ രൂപത്തിലാവാം, ഏത് രൂപത്തിലായാലും ചില ജൂനിയർ മാട്രിക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വരും. അതിനകത്ത് സമ്പത്തായിരുന്നു, അത് വേറെ കാര്യം. അതിനകത്ത് വൈഡൂര്യങ്ങളായിരുന്നു. ആ വൈഡൂര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഈ പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്ത് എന്നുള്ളതല്ല, അതുണ്ടാക്കുന്ന ഫലം എന്ത് എന്നുള്ളതാണ്. അപ്പം ഇന്ന് ആ അർത്ഥത്തിൽ നമ്മൾ സന്ദീപ് വാര്യർ ഒരു ജൂനിയർ മാട്രിക് ആവും എന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ അതിനകത്ത് കോൺഗ്രസ്സുകാർ പറയുന്നു അതിനകത്ത് പവിഴാണ്, മുത്താണ്, ഞങ്ങളതെടുത്ത് യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ ഈ ശാപം വിട്ടു പോയില്ല. നമ്മൾ അതിൽ കുരുത്തക്കേട് ആരോപിച്ചിരിക്കുന്നത് അതുണ്ടാക്കിയ മെറ്റലിലാണ്. അതിനകത്തുള്ള വൈഡൂര്യത്തിലല്ല ഈ ബാധയുള്ളത്, ആ രൂപത്തിലാണ് ആ ബാധയുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ കോൺഗ്രസ്സുകാർ സൂക്ഷിക്കേണ്ടി വരും. എന്തായാലും ബാധ കയറിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പതിയെ അറിയാം. അപ്പം ബാധ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് തിരിച്ചറിയാം. എന്തായാലും ശരി, ഈ ജൂനിയർ മാട്രിക്ക് ഇങ്ങനെ തിരിച്ച് ചർച്ചയാകുമ്പം ഉള്ളിൽ എപ്പോഴും ഒരു സന്തോഷം ഉണ്ടാവാറുണ്ട്. അതിൻ്റെ സൃഷ്ടാവ് ഞാനാണല്ലോ. ആ സൃഷ്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും പെട്ടെന്ന് ഓടിയെത്തുക കൃഷ്ണനാണ് ഓടിയെത്തുക. പിന്നീട് അന്ന് എനിക്ക് കൃഷ്ണനിലൊന്നും ഒരു വിശ്വാസമില്ലാത്ത ആളാണ്. അങ്ങനെ അമ്പലത്തിൽ പോകുന്നല്ലാതെ പ്രത്യേകിച്ച് കൃഷ്ണൻ. പിന്നീട് ഈ ജൂനിയർ മാട്രിക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് കൃഷ്ണനോട് ഭയങ്കര ഇഷ്ടമായി. കൃഷ്ണനിലേക്ക് എന്നെ ഇങ്ങനെ പതുക്കെ പതുക്കെ എത്തിക്കുകയാണ് ചെയ്തത്. കാലം നമ്മൾ എത്തിക്കുകയാണ്. തിരുവനന്തപുരത്തായിരുന്നു ഞാൻ 22 വർഷത്തോളം ജീവിച്ചത്. അവിടെ നിന്ന് പിന്നീട് മലബാറിലേക്ക് വരണമെന്ന്, കോഴിക്കോട്ടേക്ക് വരണം തോന്നി കോഴിക്കോട്ടേക്ക് വന്നു. ആ വരവിലാണ് പിന്നീട് ഈ ഭഗവത്ഗീത പഠിക്കാൻ അവസരം ഉണ്ടായത്, സ്വാമിജിയെ കാണാൻ അവസരം ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ആ ധർമ്മത്തിൻ്റെ വഴി നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റി. അപ്പം
ഈ ഒരു ജൂനിയർ മെൻറ്ററൊക്കെ അവിടെ നമുക്ക് സക്സസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്ക് ജീവിതത്തിൽ ഞാൻ റെമ്യൂണേഷൻ എനിക്ക് റെമ്യൂണേഷൻ കൃത്യമായിട്ട് കിട്ടിയ ആദ്യ സിനിമയാണ്. അതിൻ്റെ മുന്നേ ചെയ്ത സിനിമ എനിക്കൊന്നും ₹1 പോലും കിട്ടിയില്ല. ഞാൻ പട്ടിണിയായിരുന്നു ശരിക്കും. എൻ്റെ വീട് പട്ടിണിയായിരുന്നു. 75ാമത്തെ ദിവസം ഈ പറയുന്ന മുഖമുദ്ര കളിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ അരിയില്ല. സത്യമാണ് പറയുന്നത്, കളവ് പറയേണ്ട കാര്യമില്ല. ജീവിച്ചിരിപ്പുണ്ട് രഞ്ജിത്തോട് ചോദിക്കാം. ബാപ്പു അറക്കൽ ബാപ്പു പുന്നച്ചാമിയുടെ പ്രൊഡ്യൂസർ ജീവിച്ചിരിപ്പുണ്ട്, ചോദിക്കാം. രാമസിംഹന് പണം കൊടുത്തിരുന്നു? ഇല്ല, കിട്ടിയിട്ടില്ല. ജൂനിയർ മാൻഡ്രക്കിലാണ് ആദ്യമായിട്ട് പ്രതിഫലം കിട്ടുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള സിനിമകൾക്കാണ് പ്രതിഫലം കിട്ടിയത്. അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്ത ജൂനിയർ മാൻഡ്രക്ക് ഗ്രാമപഞ്ചായത്ത്, സ്വസ്ഥം ഗൃഹഭരണം, പിന്നീട് കുടുംബ വാർത്തകൾ, അതിനുശേഷം ധാരാളം സിനിമകൾ വന്നു എനിക്ക് ജൂനിയർ മാൻഡ്രയ്ക്ക് ശേഷം. അതിനുശേഷമാണ് സാമ്പത്തികമായിട്ട് എനിക്ക് ഈ ജോലി ചെയ്തിട്ട് കൂലി കിട്ടില്ല. അന്നത്തെ കൂലി നിങ്ങൾക്കറിയാലോ, ഇന്നത്തെ മാതിരി വലിയ സമ്പത്തൊന്നുമല്ല, ചെറിയ ശമ്പളമാണ് കിട്ടുക. ഒരു കൊല്ലം പട്ടിണി കിടന്നിട്ട് അത് കടം തീർക്കാനുള്ള പണമാണ് ഒരു സിനിമയിൽ കിട്ടുക, അത്രേ ഉണ്ടാവുള്ളൂ. എന്തായാലും ഇപ്പോഴും ജൂനിയർ മാൻഡ്രയ്ക്ക് ഇങ്ങനെ സജീവമായി നിൽക്കുന്നതിൽ ഒരു സന്തോഷമുണ്ട്. ഇപ്പോഴും നമുക്ക് അതേപോലത്തെ സബ്ജക്റ്റുകൾ പലപ്പോഴും വരാറുണ്ട്. ഇപ്പോഴും ഞാനൊരു സബ്ജക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ജൂനിയർ മാൻഡ്രയ്ക്ക് പോലെ തന്നെ ഒരു മുഴുനീളം ചിരിക്കാവുന്ന ഒരു സബ്ജക്റ്റാണ്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ എൻ്റെ അവസ്ഥയിൽ ആ സിനിമ പൂർത്തീകരിക്കാൻ പറ്റാത്ത സ്ക്രിപ്റ്റായിട്ട് മാത്രം ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാലം മാറി. നാം കാലവും മാറി, എൻ്റെ അവസ്ഥയും മാറി. ഞാനീ ഒരു പ്രത്യേക വഴിയിലേക്ക് വന്നതോടുകൂടി പിന്നെ എന്ത് ചെയ്താലും അതിന് ചാണകം ആരോപിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മളതാണല്ലോ. പക്ഷേ ഇന്നലത്തോടുകൂടി സന്ദീപ് ചാണകത്തു നിന്ന് നേരത്തെ അത്രയിലേക്ക് ചാടി. പക്ഷെ സന്ദീപ് അതിനേക്കാളും ഇന്ന് കഷ്ടം തോന്നിയത്, ആ മനുഷ്യൻ പാണക്കാട് പോയി ഷിഹാദ് തങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ കണ്ടപ്പോൾ ഇതിൽ ഭേദം മറ്റു പലതുമായിരുന്നു. ഇവിടെ പോയി കാല് പിടിക്കാൻ പറ്റുമെങ്കിൽ സുരേന്ദ്രൻ്റെ കാലും പിടിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. കഷ്ടം തോന്നി. നാളിത്രയും പറഞ്ഞ ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളൊക്കെ നിമിഷം കൊണ്ട് മാറ്റി പപ്പുവിനെ പപ്പ എന്ന് വിളിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ആ മനുഷ്യനെത്തി. ഇനി ആ മനുഷ്യനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു തലമില്ലാതെ പോയി. അദ്ദേഹം പറഞ്ഞ കാരണങ്ങൾക്കൊന്നും ഒരു വേരില്ലാതെ പോയി, അല്ലെങ്കിൽ അതിൻ്റെ സത്യമില്ലാതെ പോയി എന്ന് തന്നെ വേണം നമ്മൾ ചിന്തിക്കാൻ. ആരൊക്കെ ലൈവിലുണ്ട് എന്നറിയില്ല. ഞാൻ സാധാരണ വരുന്ന പോലെയല്ല വരുന്നത്. ആരൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. എനിക്കിവിടെ ഈ ചില പ്രശ്നങ്ങൾ, ഒരു കമ്പ്യൂട്ടറിനകത്ത് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. കമൻസ് ഉണ്ട്. താങ്കളുടെ അനുഭവങ്ങൾ ഇനി വരട്ടെ, കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അനുഭവങ്ങൾ തന്നെയാണ് ഗുരു. നമുക്ക് 100 പുസ്തകം വായിക്കുന്നതും പകരം ജീവിതത്തിൽ കിട്ടുന്നത്. ഞാൻ കൂടുതൽ വായിച്ചിട്ടില്ല, എനിക്ക് കൂടുതൽ വായിക്കാൻ ഇഷ്ടമില്ല. പക്ഷേ ഇങ്ങനെ മറ്റുള്ളവരുടെ കൂടെ നടക്കുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങളാണ് ഏറ്റവും വലിയ അനുഭവങ്ങൾ. പ്രദീപ് വീട്ടിൽ തന്നെയാണ്. പ്രദീപെ സുഖമായിരിക്കുന്നു, ഒരു കുഴപ്പമില്ല.
സിനിമകൾ ചെയ്യണമെന്നുണ്ട്. അതിന് നിർമ്മിക്കാൻ പണം വേണ്ടേ? ആഗ്രഹമില്ലാഞ്ഞിട്ടില്ല, ഒരുപാട് സ്ക്രിപ്റ്റുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക്. പക്ഷേ എനിക്ക് സത്യത്തിൽ അറിയാലോ, എനിക്ക് പ്രൊഡ്യൂസർമാരെ വളയ്ക്കാൻ അറിയില്ല. പ്രൊഡ്യൂസർമാർ അതും എൻ്റെ ഒരു ഇതാണ്. പ്രൊഡ്യൂസർമാർ വന്നാൽ ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കുക ഇതിൻ്റെ റിസ്ക് ഫാക്ടറാണ്. ഒരു സിനിമയുടെ റിസ്ക് ഫാക്ടർ ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ അപ്പം തന്നെ ഇട്ടിട്ട് പോകും. എനിക്ക് ഇന്നും സിനിമയുടെ റിസ്ക് ഫാക്ടർ ഞാൻ എപ്പോഴും പറയും, ഒരു പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വന്ന പണമാണോ എന്ന് ചോദിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ വിഷമിച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴാണ് ഒരു നിർമ്മാതാവ് എൻ്റെ വീട്ടിൽ എന്നെ വിളിക്കുന്നതും നാളെ ഞാൻ വരുന്നു, അന്ന് അഡ്വാൻസ് തരാൻ വേണ്ടിയിട്ട് വരിക തിരുവനന്തപുരത്ത്. അപ്പോൾ അദ്ദേഹം ആൾറെഡി ഒരു സിനിമ ചെയ്ത് വലിയ കുഴിയിൽ വീണ ആളാണ്. എന്നിട്ടും പണമുണ്ട് അദ്ദേഹത്തിന് കുറച്ച്. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നു, എന്നെ വിളിച്ചു, വൈകുന്നേരം പോയി. അപ്പോൾ നമുക്ക് ഈ ഉള്ളുകളികൾ അറിയാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയിരുന്ന് കുറച്ച് കഴിച്ചു. സംഗതിയൊക്കെ ഞാൻ തിക്കിയെടുത്തപ്പോൾ എനിക്ക് തോന്നി ഈ മനുഷ്യൻ വളരെ ഒരു നിഷ്കളങ്കനായ മനുഷ്യനാണ്. ഇദ്ദേഹം സിനിമാ ഫീൽഡിൽ നിന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹം രക്ഷപ്പെടില്ല എന്ന് ബോധ്യമുണ്ടായി. അപ്പോൾ ഇദ്ദേഹം അഡ്വാൻസ് തരാൻ നോക്കിയപ്പോൾ ഞാൻ രാവിലെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് പോയി, വീട്ടിൽ പോയി തിരിച്ചു വന്ന് ഈ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ സിനിമയ്ക്ക് പറ്റിയ ആളല്ല, നിങ്ങളിനി സിനിമ ചെയ്യേണ്ട, ഈ കാശുമായിട്ട് വീട്ടിൽ പോയിക്കോ, എനിക്ക് അഡ്വാൻസ് വേണ്ട. അദ്ദേഹം ഉണ്ട്, നമ്മുടെ തൃശ്ശൂർ ഉണ്ണിയേട്ടനാണത്. അദ്ദേഹം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തിരുന്നു അമല ഹോസ്പിറ്റലിന് മുമ്പിൽ. അങ്ങനെ ഞാൻ ഈ ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടു ഇത് സിനിമ ചെയ്യേണ്ടത്. ഇദ്ദേഹം ഇത് പോയി ഭാര്യയോട് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അയ്യോ ഇങ്ങനെയും മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഈ ഉണ്ണിയേട്ടനെ കൊണ്ട് എന്നെ ഫോൺ ചെയ്യിച്ചു. എന്നിട്ട് എന്നെ പറഞ്ഞു, എപ്പോൾ ഇതുവഴി പോവുകയാണെങ്കിലും ഈ വീട്ടിലൊന്ന് കയറണ്ടേ, എൻ്റെ ഭർത്താവിനെ രക്ഷിച്ച ആളാണ്. പിന്നീട് അടുത്ത പ്രാവശ്യം വന്നപ്പോൾ തൃശ്ശൂർ ഞാൻ അവരെ വീട്ടിൽ പോയി ഒരു ദിവസം അവിടെ കിടക്കുകയാണ് ചെയ്തു. ഇവിടുന്ന് ഞാനും ഭാര്യയും കൂടി താമസിച്ചിട്ടാണ് പിറ്റേന്ന് കോഴിക്കോട്ടേക്ക് വന്നത്. അന്ന് മുതൽ ഇന്നും ആ സൗഹൃദമുണ്ട്. എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഞാൻ ആദ്യം വിളിക്കുക ഉണ്ണിയേട്ടാ. അതുപോലെ ഈ തൃശ്ശൂരിലെ ഉണ്ണിയേട്ടൻ, കോഴിക്കോട് ഒരു കോയക്കുണ്ട്, എന്നെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയപ്പോൾ സഹായിച്ച കോയക്ക ഉണ്ണിയേട്ടൻ. ഇതൊക്കെ ഈ ഉണ്ണിയേട്ടന്. അപ്പോൾ ഉണ്ണിയേട്ടൻ അതോടുകൂടി സിനിമ ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. അദ്ദേഹം പിന്നീട് ഈ അമല ഹോസ്പിറ്റലിന് മുമ്പിൽ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി. ഇന്ന് അവിടെ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ ആ മനുഷ്യൻ പിന്നെ സിനിമ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് 3 ലക്ഷം രൂപ വന്ന് നഷ്ടമാണ്. ഏത് കാലത്തൊന്നും അറിയിക്കണം, എനിക്ക് അഡ്വാൻസ് ചെയ്യാൻ കൊണ്ടുവന്ന അങ്ങനെ പറഞ്ഞു വിട്ടു. അങ്ങനെ പലരും പറഞ്ഞു വിട്ടിട്ടുണ്ട് എനിക്ക്. എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ സിനിമയ്ക്ക് പറ്റിയ ആളല്ല, നിങ്ങളുടെ ഉദ്ദേശം ശരിയല്ല, നിങ്ങൾ വിട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എൻ്റെ അടുത്ത് സ്ഥലം വിറ്റ പണം കൊണ്ട് വന്ന ആൾക്കാരുണ്ട്. സാറേ ഇത് ഞാൻ മുഴുവൻ മുടക്കാം, പക്ഷേ എനിക്ക് ഇതൊന്ന് ലാഭം കിട്ടിയിട്ട് വേണം ജീവിക്കാൻ. ഞാൻ പറഞ്ഞു, എനിക്കൊരു ഗ്യാരണ്ടി തരാൻ പറ്റില്ല. നിങ്ങൾ ഇതുകൊണ്ട് ആദ്യം ബിസിനസ് ചെയ്യൂ, എന്നിട്ട് ലാഭം മാറ്റി വെച്ചിട്ട് തരൂ. സിനിമയുടെ അനുഭവങ്ങൾ വേറെ പറയാനുണ്ട്. അതിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരില്ല, ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് അത് വേറെ. ഇന്നേതായാലും ജൂനിയർ മാൻട്രയൊക്കെ പറഞ്ഞു. ആ ജൂനിയർ മാൻട്രയൊക്കെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ചെറിയ ബഡ്ജറ്റ്. ഞാൻ ഇന്ന് വരെയും ചെറിയ ബഡ്ജറ്റ് സിനിമ ചെയ്തിട്ടുള്ളൂ. ഞാൻ ചെയ്ത സിനിമകളൊക്കെ വളരെ ചെറിയ ബഡ്ജറ്റിലാണ്. ഞാൻ ഇന്ന് വരെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് നമുക്ക് ചിലവായിട്ട് വന്നുള്ളത് ഈ പറയുന്ന പുഴ മുതൽ പുഴ വരെ. കാരണം അതിന് അത്രമാത്രം ആളും ബഹളവും 50 ദിവസം ഷൂട്ടിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം 20 ദിവസം കൊണ്ട്, 18 ദിവസം കൊണ്ട്, ഈവൻ 13 ദിവസം, 13ഉം 2ഉം 15 ദിവസം കൊണ്ട് തീർത്ത പടമാണ് പൊന്നുച്ചാമി. സുരേഷ് ഗോപി അഭിനയിച്ച പൊന്നുച്ചാമി വെറും 15 ദിവസം എടുത്തിട്ടുള്ളൂ. അതിൽ മനോഹരമായ 3 പാട്ടുമുണ്ട്. ഇതൊക്കെ കൂടിയിട്ടാണ് 15 ദിവസം കൊണ്ട് തീർത്തത്. ഞാനങ്ങനെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. കൃത്യമായി പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ്. നമുക്ക് 7 മണി എന്ന് പറയുന്നെങ്കിൽ 7 മണിക്ക് സ്വിച്ച് ഓൺ ചെയ്തിരിക്കണം. അതാണ് നമ്മുടെ. അല്ലെങ്കിൽ എനിക്ക് ഹാലിളകും, പ്രശ്നം ഉണ്ടാക്കും ഞാൻ. അങ്ങനെ പ്രശ്നക്കാരനാണ്. പിന്നെ എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നിന് പുറകെ ഒന്നായിട്ട് എൻ്റെ ആർട്ടിസ്റ്റുകളെല്ലാം, ഒന്ന് ജഗതി കിടപ്പിലായിപ്പോയി, രാജബി ദേവ് മരിച്ചുപോയി, NF വർഗീസ് മരിച്ചുപോയി, അതുപോലെ തന്നെ
എൻ്റെ കൂടെ അന്ന് സഹകരിച്ചതിൽ ജഗദീഷും ഇപ്പം ഇന്ദ്രൻസും മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ ആർട്ടിസ്റ്റുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അവർ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. കൊച്ചിൻ അനീഫക്ക എല്ലാവരും വിട്ട് പിരിഞ്ഞു പോയി. അപ്പോൾ ഒരു കുടുംബത്തിൽ ഞാൻ ഒറ്റപ്പെട്ട പോലെ പോയി തോന്നി പിന്നീട്. മറ്റതങ്ങനെയല്ല, ഞാനിങ്ങനെ വിളിച്ച് പറയും, അമ്പിളി ചേട്ടാ എൻ്റെ ഒരു പടം വരുന്നുണ്ട്, എനിക്ക് ഡേറ്റ് വേണോ? ആയിക്കോട്ടെ, അത് നീ പറഞ്ഞാൽ മതി, അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അഡ്വാൻസ് കൊടുക്കുക, ഡേറ്റ് എങ്ങനെയെങ്കിലും പുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ പടം തീർക്കും. ഇന്ന് വരെ എന്നെ കുഴപ്പിച്ചിട്ടില്ല. രാജേട്ടനോട് വിളിച്ചാൽ അലിയുടെ പടത്തിൽ അഭിനയിക്കാതെ പിന്നെ ഏത് പടത്തിൽ അഭിനയിക്കുന്നത്, ഏതാ ഡേറ്റ്, അത് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ആ ഡേറ്റ് ഉണ്ടാക്കാം. അങ്ങനെ ഒരുമിച്ച് രാവിലെ ഒരു തമാശ പറഞ്ഞ് വൈകുന്നേരം വരെ വർക്കിൽ യാതൊരു. എല്ലാവരും പറയും അലിക്ക് കൊടുത്ത ഡേറ്റിൽ ഒരു ദിവസം കുറവല്ലാതെ കൂടുതൽ വേണ്ടി വരില്ല. കൃത്യമായിട്ട്, അതായത് 7 ദിവസം, ആ 7 ദിവസം കൊണ്ട് 6 ദിവസം കൊണ്ട് തീർത്ത് 7ാമത്തെ ദിവസം പാട്ടും പാടി ആർട്ടിസ്റ്റ് പോകുമായിരുന്നു. അത്രയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള സിനിമകളായിരുന്നു. ഓഹോ, ഒന്ന് വലിയ സിനിമകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം വലിയ സിനിമകൾ ചെയ്യുന്നത് എപ്പോഴും റിസ്ക്കാണ്. നമുക്ക് പറയാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു കാരണവശാൽ ഇത് ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ ആ നിർമ്മാതാവിൻ്റെ അവസ്ഥ പറയാൻ പറ്റില്ല. ആ അവസ്ഥയിലേക്ക് പോകും. മലയാളത്തിന് ഇന്നും മാക്സിമം പോയാൽ 10 കോടിയിൽ കൂടുതൽ ചിലവഴിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ചൂതുകളിയെ പോലെയാണ്. കാരണം അത്രയേ ഉള്ളൂ നമുക്ക് തിയേറ്റർ. ഒരു 250 തിയേറ്ററാണ് ഇപ്പം കേരളത്തിലുള്ളത്. കേരളത്തിനെ കുറിച്ച് മറ്റുള്ളത് ഓവർസീസ് മറ്റേ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയൊക്കെ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല, അത് വേറെ രീതിയിലാണ് പണം ഉണ്ടാക്കുന്നത്. പക്ഷെ കേരളത്തിൽ ഈ 10 കോടി നിർമ്മാതാവിന് തിരിച്ചു കിട്ടണമെങ്കിൽ അതിൻ്റെ എത്ര കോടി കളക്ട് ചെയ്യണമെന്നറിയോ? ഇപ്പം നമുക്ക് 1 കോടി രൂപ തിയേറ്റർ കളക്ഷൻ ഉണ്ടായാൽ നിർമ്മാതാവിൻ്റെ കയ്യിലെത്തുന്നത് ഒരു 30 ലക്ഷം രൂപയാണ്. മാക്സിമമാണ് 30 ഉണ്ടാവില്ല. ഇത് 1 കോടി കളക്ട് ചെയ്താൽ നിർമ്മാതാവിന് 30 ലക്ഷം കിട്ടുള്ളൂ. അപ്പോൾ 100 കോടി ചിലവാക്കിയ ഒരു സിനിമയ്ക്ക് എത്ര കോടി കളക്ഷൻ കിട്ടണം? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇപ്പോൾ 100 കോടി ക്ലബിലെത്തി എന്ന് പറയും. 100 കോടി ക്ലബ് എന്ന് പറഞ്ഞാൽ ഗ്രോസാണ്, നെറ്റല്ല. ടാക്സ് ഒന്നും ഡിഡക്റ്റ് ചെയ്യാത്ത ഈ ക്ലബിനെ കുറിച്ചാണ് 100 കോടി എന്ന് പറഞ്ഞത്. ഈ 100 കോടി ക്ലബിലെത്തുമ്പം പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത് 30 ലക്ഷം രൂപയാണ് സഹോദര. ചിന്തിച്ചു നോക്കും. 200-300 കോടി ചിലവാക്കിയിട്ട് 100 കോടിയിലെത്തിയിട്ട് എന്ത് കാര്യം? മലയാളത്തിൻ്റേതായിട്ടുള്ള ഇപ്പോൾ ഇന്നൊരു ചെറിയ ആർട്ടിസ്റ്റിനെ വിളിച്ചാൽ ഡെയിലി 5 രൂപ 3 രൂപ 2 രൂപ ഡെയിലി ചെറിയ ആർട്ടിസ്റ്റിന്. 1 കോടി 2 കോടി 3 കോടിയൊക്കെയാണ് ഏറ്റവും ചെറിയ ഇടത്തരം ആർട്ടിസ്റ്റ് വാങ്ങിക്കുന്നത്. അത് 10 കോടി മുതൽ 15 കോടി വരെ വരുന്നു. സിനിമ നിർമ്മിച്ചു കഴിഞ്ഞാൽ ലാഭമുള്ളത് അഭിനേതാക്കൾക്ക് മാത്രമാണ്. ഇപ്പോൾ ടെക്നീഷ്യൻസിന് കിട്ടും, നിർമ്മാതാവിന് കിട്ടിക്കോണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിർമ്മാതാവിന് കിട്ടും, ബഡ്ജറ്റ് ചെറുതാണെങ്കിൽ ഒരിക്കലും നിർമ്മാതാവിന് നഷ്ടം വരില്ല. അത്യാവശ്യം തിയേറ്ററിൽ ഓടാവുന്ന ഒരു പടം കുറച്ച് പണം OTTയിലും മറ്റുമായി കിട്ടിക്കഴിഞ്ഞാൽ ശരീരത്തിൽ പിടിക്കാത്ത ചിലവിൽ 10 കോടിയൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം നല്ല സിനിമകൾ ചെയ്യാൻ പറ്റും. 10 കോടിയും വേണ്ട, നമുക്കൊരു 4-5 കോടി ഉണ്ടെങ്കിൽ ചെറിയ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് നല്ല സിനിമ ചെയ്യാൻ പറ്റും. അത് കളക്ട് ചെയ്താൽ ചിലപ്പം 100 കോടി കിട്ടിയെന്നും വരും. സിനിമയ്ക്ക് അങ്ങനെ, സിനിമയുടെ ബഡ്ജറ്റ് മാത്രമല്ല, സിനിമയുടെ സബ്ജക്റ്റാണ് എപ്പോഴും സിനിമയെ മാറ്റി നിർത്തുന്നത്. സബ്ജക്റ്റ് സെലക്ട് ചെയ്തപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ സെലക്ട് ചെയ്ത സബ്ജക്റ്റുകളൊക്കെ എൻ്റെ പ്രൊഡ്യൂസർമാർക്ക് കാശ് കിട്ടിയിട്ടുണ്ട്. ഹിറ്റാണ് ഞാൻ സെലക്ട് ചെയ്ത സബ്ജക്റ്റ്. അദ്ദേഹത്തിന് നിർമ്മാതാവ് സെലക്ട് ചെയ്ത സബ്ജക്റ്റ് കൈ പൊള്ളിയിട്ടില്ല എന്ന് പറയാം, പക്ഷേ ലാഭം ഉണ്ടായിട്ടില്ല. പലപ്പോഴും അങ്ങനെ നിർമ്മാതാക്കൾ ഒരു വിഷയം കൊണ്ട് വന്നാൽ നമുക്ക് ചെയ്യേണ്ടി വരും. പലപ്പോഴും അങ്ങനെ ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ അത് നമുക്കത്ര ഗ്യാരണ്ടി ഉണ്ടാവില്ല. ആ ഗ്യാരണ്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്ര സിനിമകൾ എനിക്ക് അത്ര ഹിറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റേതല്ലാത്ത സബ്ജക്റ്റ് എടുത്തത് ഒന്ന് പൊന്നിച്ചാമിയാണ്, മറ്റൊന്ന് സ്വസ്ഥം ഗൃഹഭരണമാണ്.
ബാക്കിയൊക്കെ മറ്റേ ജൂനിയർ മാൻഡ്രേക്ക് എൻ്റെ സബ്ജക്റ്റാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ സബ്ജക്റ്റാണ്. മുഖമുദ്ര സബ്ജക്റ്റ് പള്ളാശ്ശേരിയുടെ ആണെങ്കിലും നമ്മൾ കണ്ടെത്തുന്നതാണ്. ഞാൻ കണ്ടെത്തിയ സബ്ജക്റ്റാണ്. സ്ക്രിപ്റ്റ് മാത്രം, ഡയലോഗ്സ് മാത്രമാണ് പുറത്തെഴുതുന്നതാണ് മിക്കവാറും ഉള്ളത്. ബാക്കിയൊക്കെ വിഷയം എനിക്ക് എപ്പോഴും എനിക്ക് ഒരു തൃപ്തിയുള്ള വിഷയം ഉണ്ടെങ്കിൽ മാത്രം. സബ്ജക്റ്റ് ഞാൻ ഉണ്ടാക്കാൻ മിടുക്കനുമാണ് ഞാൻ. കഥകൾ 100 കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അതിൽ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു എല്ലാവരും പറയുന്നുണ്ട് ചെറിയ ബഡ്ജറ്റ് സിനിമ ചെയ്യണം, വരും നമുക്ക് ഒരുമിച്ച് ചെയ്യാം, ചെറിയ ബഡ്ജറ്റ് സിനിമ ചെയ്യണം, നിങ്ങളൊക്കെ തയ്യാറായി വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാൻ റെഡിയാണ്. എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. നമ്മുടെ കയ്യിൽ ക്യാമറയുണ്ട്, ലൈറ്റ്സ് ഉണ്ട്, യൂണിറ്റ് ഉണ്ട്, എല്ലാ സംഗതികളും നമ്മുടെ കയ്യിലുണ്ട്. ചിലവിനുള്ള പണമില്ല. അതുണ്ടാക്കാൻ നിങ്ങൾ റെഡിയാണോ? ഞാൻ റെഡിയാണ്. നമുക്ക് മമധർമ്മയുടെ എല്ലാ എക്യുപ്മെൻറ്റ്സും ഇവിടെ ഉണ്ട്. നിങ്ങളുടെ എക്യുപ്മെൻറ്റ്സാണ്, എൻ്റെ എക്യുപ്മെൻറ്റ്സ് അല്ല കേട്ടോ. ജനങ്ങൾ വാങ്ങിച്ചു തന്ന എക്യുപ്മെൻറ്റ്സാണ്. കാരണം അന്ന് വാടകയ്ക്ക് എടുക്കാതെ വാങ്ങിച്ചതുകൊണ്ട് അത് നമ്മുടെ കൈവശമുണ്ട്. എന്താണ് മമധർമ്മയുടെ ലാഭം എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ എക്യുപ്മെൻറ്റ്സാണ്. ക്യാമറയുണ്ട്, ലൈറ്റ്സ് ഉണ്ട്, അതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം, ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മളെ അതിൻ്റെ ഭാഗമാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിൽ നിന്ന് വരുമാനം ഈ പറയുന്ന ചാരിറ്റി കൊടുക്കണം. എനിക്ക് വേണമെന്നുണ്ടെന്നില്ല. എനിക്ക് എൻ്റെ ജോലി ചെയ്ത കാശ് തന്നാൽ മതി, ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിൻ്റെ അംശം എനിക്ക് തരണമെന്നില്ല, പൊതു സമൂഹത്തിന് കൊടുത്താൽ മതി. ഒരു വീടുണ്ടാക്കി കൊടുക്കുക, ഞാൻ റെഡിയാണ്. എല്ലാ എക്യുപ്മെൻറ്റ്സും തരാം. സാധാരണ കൊടുക്കുന്ന എക്യുപ്മെൻറ്റ്സിനേക്കാൾ കുറച്ച് വാടകയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അത് നമുക്കൊരു വീടുണ്ടാക്കി കൊടുക്കാനോ ഒരു വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ സഹായിക്കാനോ ആ പണം ഉപയോഗിക്കാം. എനിക്ക് തരണമെന്നില്ല, നിങ്ങൾ അവിടെ കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ സർവീസിനുള്ള പണം മാത്രം നമ്മൾ മാറ്റി വെക്കണം. എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കും സർവീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു പണം മാത്രം നമ്മൾ മാറ്റി വെച്ചാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. എനിക്ക് നമ്മൾ ഇപ്പം ഉള്ള ഒരു പ്രശ്നം, ഞാൻ ഒരു വശത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഫോണിംഗ് പ്രോഗ്രാം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സിനിമയിൽ മാൻഡ്രേക്ക് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. സർവൈശ്വര്യങ്ങൾ നേർന്ന സുരേഷ് കുമാറിന് നന്ദി. സുഖമാണ് സാറാസറിൻ. അനുഭവങ്ങൾക്കായിട്ട് നമുക്ക് മാറ്റിവെക്കാം. അനുഭവങ്ങൾ ധാരാളമുണ്ട്, നമുക്കതൊരു സീരിയസ് ആയിട്ട് ചെയ്യാം. എന്തായാലും ഇന്ന് അത് ജൂനിയർ മാൻഡ്രേക്ക് ഒന്ന് സംസാരിക്കണം തോന്നി. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. ജൂനിയർ മാൻഡ്രേക്ക് അത് കാലാതീതമായിട്ട് സഞ്ചരിക്കട്ടെ. ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു OTT പ്ലാറ്റ്ഫോമിലുണ്ട് ജൂനിയർ മാൻഡ്രേക്ക്. അതുകൊണ്ട് അതവിടെ ഉണ്ടാവും. എല്ലാവരും ഇനി എവിടെ പോയാലും മനസ്സിൽ ഉള്ള ഒരു സബ്ജക്റ്റാണ് ജൂനിയർ മാൻഡ്രേക്ക്. ജൂനിയർ മാൻഡ്രേക്ക് പോലെ ഒരു സിനിമ ഇതേപോലെ മുഴുനീളം ചിരിപ്പിക്കുന്ന ഒരു സിനിമ ചെയ്യണമെന്ന് ഇപ്പോഴും ആഗ്രഹമുണ്ട്. സാധിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. ഒരു സിനിമ കൂടി ചെയ്യണമെന്നേ ആഗ്രഹമുള്ളൂ. അങ്ങനെ ജൂനിയർ മാൻഡ്രേക്ക് പോലെ തുടർച്ചയായിട്ട് ചിരിപ്പിക്കുന്ന ഒരു സിനിമ ഉണ്ടാക്കണം. എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, അതേപോലെ ചിരിപ്പിക്കുന്നത്. ദൈവം സഹായിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. വലിയ ദൂരം പോകാതെ ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. എന്തായാലും ജൂനിയർ മാൻഡ്രേക്കിനെ ഓർമ്മിക്കുന്നത് എല്ലാവർക്കും നന്ദി. ആ കഥാപാത്രം ഇങ്ങനെ പോട്ടെ. ജൂനിയർ മാൻഡ്രേക്കുകൾ എപ്പോഴും സമൂഹത്തിലുണ്ടാവും. അതിനെ നമുക്ക് പരിപൂർണമായിട്ട് ഒഴിവാക്കാനൊന്നും പറ്റില്ല. എന്തായാലും ഇലക്ഷൻ ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നത്. എപ്പോഴും നമ്മൾ വലിയ വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. ആ വലിയ വിഷയങ്ങളിൽ നിന്ന് മാറിയിട്ട് ഇന്നൊന്ന് ചെറിയ വിഷയം ഇടയ്ക്ക് സ്റ്റുഡിയോയിലേക്ക് പോയിട്ടില്ല. ഞാൻ വീടിൻ്റെ ഒരു കോണിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. എന്തായാലും വീണ്ടും കാണാൻ, നമുക്ക് വീണ്ടും സംസാരിക്കാം. അതുവരേക്കും ശുഭരാത്രി.